ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ അടുക്കള ഒന്ന് ഒതുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് ഓണർ തേങ്ങ വെട്ടാൻ വന്നു. അപ്പോൾ കുറച്ച് കൊതുമ്പും ക്നാനിലും ഒക്കെ കിട്ടി. അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി രണ്ട് സ്ഥലത്തായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് മണ്ണും പൊടിയാണ് കേട്ടോ എപ്പോഴും. കാരണം നല്ല ചോർച്ചയും ഉണ്ട്. മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ സ്ഥലം വീടിൻ്റെ ഓണർ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയാൽ ആദ്യം നോക്കുന്നത് വിറകടുപ്പുണ്ടോ, നമുക്ക് വിറകിൽ കത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ വന്നിട്ട് 3 വർഷമായി. അവർ ഈ ഒരു പോർഷൻ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുത്ത് നമ്മൾ അവിടെയാണ് കേട്ടോ വേവിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തം പൊട്ടി പൊളിഞ്ഞ് അങ്ങേയറ്റം മോശമായ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇല്ല മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെയാണ്. കംപ്ലീറ്റ് പരിപാടിയും കയറിയിട്ടേ ഞാൻ അകത്തോട്ട് കയറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാൻ എൻ്റെ അടുത്ത് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പപ്പു സാറ് വെള്ളാനാളുടെ നാട്ടിൽ പറയുന്ന കണക്ക് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ കണക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഓരോരോ ജോലിയിൽ തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ എപ്പോഴും മണ്ണാണ് കേട്ടോ. അപ്പം റേഷൻ കടയിലെ ചണച്ചാക്കുകൾ കൊണ്ടുവന്ന് ഇടും. പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് അതും കൂടെ നനഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണക്കിയെടുക്കാതെ പറ്റൂലല്ലോ. അപ്പം ഞാൻ പിന്നെ ചെരുപ്പ് ഉപയോഗിച്ച് ചെരുപ്പിട്ടുകൊണ്ട് നിന്നാണ് പിന്നെ അവിടെ വേവിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ നമ്മുടെ കിച്ചൺ സ്റ്റാൻഡ് വൃത്തിയാക്കിയത് വിനാഗിരിയും സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു മിശ്രിതം കലക്കി ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ഇട്ട് പിടിച്ചും ചെറുതായിട്ട് നമ്മളുടെ ഇരുമ്പ് ഇതുണ്ടല്ലോ കമ്പി, നമ്മളുടെ പാത്രമൊക്കെ തേക്കുന്ന അത് ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് വൃത്തിയാക്കി എടുത്തൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ പിറവൊക്കെ കംപ്ലീറ്റ് അഴുക്കും ഇതൊക്കെയായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ പഴയ ഒരു ടേബിളിൻ്റെ ഇത് എടുത്ത് ചുവരിലും എല്ലാം അടിച്ചാണ് കേട്ടോ ഇവിടെ നമ്മൾ വൃത്തിയാക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ഇതൊക്കെ ചെയ്യുന്നതാണ്. ഞാനിതൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡെയിലി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കാലത്തെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു വലിയ ജോലിഭാരമായിട്ട് ഓണായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ജോലിയായിട്ട് ഇല്ലായിരുന്നു. മാക്സിമം ഞാൻ ഇതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ നമ്മളുടെ ഈ വർക്ക് ഏരിയ മാത്രം ഈ സാധനങ്ങളൊക്കെ പറക്കുന്നത് മാത്രം ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യുന്നത്. അല്ലാതെ വർക്ക് ഏരിയ കഴുകുന്നതാകട്ടെ അല്ലെങ്കിൽ പിന്നെ അത് ചില ദിവസങ്ങളിലൊക്കെ മക്കൾ എച്ചിലും വേസ്റ്റൊക്കെ കൊണ്ടിടുമ്പോഴാണ് വർക്ക് ഏരിയ അങ്ങ് ഡെയിലി കഴുകി ഇറക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഓട്ടിച്ച് തുടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയാണെങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുന്നതും ആഹാരം വേവിച്ചിട്ട് കൊണ്ട് വയ്ക്കുന്നത് ഇവിടെയാണ്. അതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങ് അടുക്കളയിൽ പോകാനായിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് മക്കൾക്കൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം ഒതുക്കി പറക്കി ഇവിടെ കഴുകി വെച്ചിട്ട് പിറ്റേന്ന് കാലത്തെ ഞാൻ സ്റ്റാൻഡിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലൊരാളായി എന്നെയും കൂട്ടിച്ചേർക്കുക. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. ഞാൻ വരുന്ന വീഡിയോസുകളിൽ ഞാനത് നിങ്ങളുടെ ഇത് നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്കറിയാവുന്ന പൊസിഷൻസുകൾ വീഡിയോകളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതും കൂടെയൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്കത് കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ എനിക്കറിയാവുന്നത് പോലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ പിന്നെ ഞാനങ്ങനെ സ്പൂണും കരണ്ടിയൊന്നും വിടാനായിട്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഒരു 7up കുപ്പി അത് അറുത്തിട്ടും പിന്നെ അല്ലാതെ 1-2 കുപ്പി അറുത്തിട്ടൊക്കെയാണ് ഞാൻ ഓരോന്നും ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഗ്ലാസ് വയ്ക്കുന്നതും എല്ലാം എനിക്ക് എൻ്റെ നാത്തൂൻ തന്നതാണ്. അതിനിടയിൽ ഇത് വൃത്തിയാക്കാൻ വന്നപ്പോൾ നമ്മൾ ചീനിക്കിഴങ്ങ് കുരുത്തിട്ടുണ്ട് കേട്ടോ. നട്ടാൽ പൊടിക്കുമെന്ന് തോന്നുന്നപ്പോൾ വിചാരിച്ചത് നടാം. അങ്ങനെ അത് അവിടെ ഉള്ളി ഇടുന്ന പെട്ടി അത് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ വെളുത്തുള്ളി ഇടുന്ന കുഞ്ഞൊരിതുമുണ്ട്, അതും ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഈ സ്റ്റോർ റൂമിലെ കുപ്പികൾ കുറച്ച് കിടന്നു. ഏട്ടൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം വരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ബാക്കി വന്നപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ അതും ഒന്ന് എല്ലാം കഴുകി അത് മാറ്റിയിട്ട് ബാക്കിയുള്ള സ്ഥലമെല്ലാം ഒതുക്കി അവിടെ ഒരു ചാക്കാണ് ഇട്ടിരിക്കുന്നത്. അവിടെ കുറച്ച് ഗ്ലാസും പാത്രങ്ങളും കുറച്ച് കുപ്പികളുമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഫൈനൽ ഇതാണ്. അപ്പോൾ എൻ്റെ ക്ലീനിങ് പൂർണ്ണമായിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.